കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ വാപ്പയെ പോലെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് വാപ്പയെ ആരെങ്കിലും കുത്തിക്കൊല്ലോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇങ്ങനത്തെ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ പിതാവിനെ കുത്തിക്കൊന്ന് മകൻ ആത്മഹത്യ ചെയ്തെന്ന് പത്രത്തിൽ വായിക്കില്ല. അത് നടക്കണ്ടല്ലോ. അതാണ്, അതായത് ഒരു മകന് താങ്ങാൻ കഴിയാത്ത മാനസിക പ്രതിസന്ധിയിലാക്കിയാൽ ആ പിതാവിനെ കുത്തിക്കൊല്ലുന്നുണ്ട്. ചിലവർ തൂങ്ങി മരിക്കലുണ്ട്, ചിലവർ നാട് വിട്ടലുണ്ട്, ചിലവർ നേരെ നിൽക്കലുണ്ട്. അതിലേതിലാ ഞാൻ നില നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന കാര്യമില്ലേ? ഇപ്പൊ കൂടരഞ്ഞി പഞ്ചായത്ത് ഒരു നടപടിയിലേക്ക് കടന്നിട്ടുണ്ട്. റീടെൻഡർ വിളിച്ചിട്ട് തങ്ങളുടെ അനധികൃത ഇതൊക്കെ നിർമ്മാണം പൊളിക്കാൻ അവിടെ പോയി നോക്കി തടയണുണ്ടോന്ന്. എവിടെ പോയിട്ട് ഒരു മാന്തരം ഇതിങ്ങനെ അവിടെ കൊണ്ടുപോയിട്ട് ഒരു വാറോല കൊടുക്കും, അതിന് ഓർഡർ വരും. ഞാൻ ആ വഴിക്കന്നെ പോകില്ല. ഇപ്പൊ ഭയങ്കര സ്പീഡ് ഉണ്ടാവുന്നു. ഹൈ സ്പീഡ് മെഷീനുകൾ വരും. മുഖ്യമന്ത്രി ഇന്നിപ്പോൾ ദേശീയ പത്രത്തിൽ കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ ആരോപണങ്ങൾക്കൊക്കെ ഉയരാനുള്ള കാരണം അത് സ്വർണ്ണക്കടത്ത് ആപാലപ്പണക്ക് പിടിച്ചതിന്റെ അസ്വസ്ഥതയാണെന്നാണ്. ഇപ്പൊ ആവർത്തിച്ച് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. ഇതൊക്കെ എന്താണെന്നില്ല ഈ ജനത്തിന് അറിയില്ലേ? 3.5 കോടി ജനത്തിന് അറിയുന്ന ഒരു വസ്തുതയാണ്. സഖാക്കൾക്ക് കൃത്യമായി ബോധ്യമുണ്ടല്ലോ ഈ കാര്യങ്ങൾ. എന്തുകൊണ്ട് പോലീസ് ഇത് അന്വേഷിക്കുന്നു? പോലീസിന് അത് പിടിച്ച് കസ്റ്റംസ് കൊടുത്താൽ പോരെ എന്നുള്ള ചോദ്യത്തിന് എന്താ ഉത്തരം? ഈ കൊടുത്തുവിട്ടതാരാ? പോലീസിന് അന്വേഷിക്കാൻ കഴിയുമോ? ദുബായിലും വിദേശ രാജ്യങ്ങളിലും പോലീസിന് പോകാൻ കഴിയുമോ? കസ്റ്റംസിന് അതിൽ ആക്ടിന്റെ അതിന് സൗകര്യമുണ്ട്, ഇന്റർനാഷണൽ ലോ ഉണ്ട്. ഈ കൊടുത്തു വിട്ടവനെ പിടിക്കണ്ടേ? ഇത് ആർക്കാണ് കൊടുക്കുന്നത്? അത് പോലീസിന് പിടിക്കാൻ കഴിയും. പക്ഷെ പിടിക്കുന്നവനെ കൊണ്ടു കൊടുക്കാതെ ആയിസന്റെ ഇവന്റെ ഏജന്റിനെ ഒരാളെങ്കിലും പോലീസ് അന്വേഷിച്ചോ? എന്താണ് മുഖ്യമന്ത്രി തലക്ക് വെളിവില്ലാതെ പറയുന്നത്? ഇതിന് തലക്ക് വെളിവില്ലാന്നല്ലേ ഇതിന് പറയാ? ഇതൊരു പ്രപഞ്ച സത്യമായി നിൽക്കല്ലേ? ഒരു കേസും ശിക്ഷിക്കാൻ കഴിയില്ല. 102 CRPC ആണ് ഇവർ പിടിക്കുന്നത്. കസ്റ്റംസ് ആക്ട് പ്രകാരം 108 മൊഴിയെടുത്തെങ്കിൽ മാത്രമേ ആ മൊഴി വാലിഡ് ആണ്. ആ മൊഴി എടുത്തു കഴിഞ്ഞാൽ കസ്റ്റംസിന് ഈ കാര്യത്തിന്റെ എവിടുന്ന് വന്നു, എവിടെ എത്തി, ആർക്ക് കൊടുത്തു, ഈ 3 ആളെയും ക്ലബ് ചെയ്തുകൊണ്ടുള്ള കേസാ വരിക. ഇന്നത് രാജ്യദ്രോഹ കുറ്റായി. അപ്പൊ ഇതെല്ലാം പ്രപഞ്ചമായി നിൽക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഈ സ്വർണം ഒരുക്കാന് ഇപ്പൊ ഇവരീ പറയുന്നുണ്ട് തട്ടാന്റെ അടുത്താണുള്ളത് സെറ്റിൽമെന്റ് ഇത് അസസ് ചെയ്തിട്ട് കൊടുക്കുന്നത്, അപ്രൈസ് ചെയ്തിട്ട് കൊടുക്കുന്നത്. അത് ചെയ്യണമെങ്കിൽ ഒരു യൂണിറ്റിന് 6000 റുപ്യ കൊടുക്കണം. ഇപ്പത്തെ ചാർജ്, ആർക്ക് തട്ടാന്റെ ചാർജ്. അപ്പൊ ഞാൻ കണക്കൂട്ടി നോക്കുമ്പോൾ ഏകദേശം 16 ലക്ഷം റുപ്യോളം ഇതുവരെ പിടിച്ച ഈ കേസിന് തട്ടാന് കൊടുത്തിട്ടുണ്ട്. ഇത് ഏത് ഫണ്ടാണ്? പോലീസുകാരെ കേസിന് എടുത്തു കൊടുത്തോ? പരിശോധിക്കണ്ടേ? ഈ 10-16 ലക്ഷം റുപ്യ ഇവർ ഈ പറയുന്നത് പോലെയാണെങ്കിൽ തട്ടാന് കൊടുത്തിട്ടുണ്ട്. തട്ടാന്റെ കാര്യത്തിൽ ഒരു എന്താ പറയാ, തട്ടാന്ന് പറയരുതെന്ന് എന്നോട് ഏതൊരു സഹോദരൻ വിളിച്ചു പറഞ്ഞിരുന്നു. അതൊരു സമുദായമാണ്, നിങ്ങൾ അങ്ങനെ പറയല്ലേ. അപ്പൊ സോറി, അങ്ങനെ ആർക്കെങ്കിലും വിഷമം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തിരുത്താണ്. അപ്പൊ ഈ സ്വർണ്ണപ്പണിക്കാരന് ഈ പറയുന്നത് പോലെ 10-16 ലക്ഷം റുപ്യ ഈ ഒരു പീരീഡിൽ അവർ കൊടുത്തിട്ടുണ്ടാവണം. അതായത് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുത്തണം. ആ പൈസ എവിടെ? ആരായി പൈസ കൊടുത്ത്? പോലീസ് കീശയിൽ നിന്ന് കൊടുത്തോ? അതോ ഈ പറയുന്ന സ്വർണ്ണപ്പണിക്കാരന് ഈ പറഞ്ഞ പോലെ തന്നെ അവന്റെ സൗകര്യത്തിനനുസരിച്ച് ഒരു കഷ്ണം വെട്ടി ഒരുക്കിക്കൊണ്ട ബാക്കി ഇവിടെ വെട്ടി ഞങ്ങൾക്കുണ്ടാ എന്ന് പറഞ്ഞതല്ലേ? ഇത് പച്ചയായ സത്യം ആവർത്തിച്ച് പറയുമ്പോൾ പിന്നെയും പറയും കള്ളക്കടത്തുകാരെ സഹായിക്കാൻ നിൽക്കുക എന്ന് പറയും. അവര് പറയുന്നത് ഏത് രൂപത്തിൽ കൊണ്ടുവന്ന് വിളിക്കാനും 1 കിലോ സ്വർണ്ണമെങ്കിൽ 1 ഗ്രാമിൽ താഴെ മാത്രമേ 1 ഗ്രാം പോവില്ല. 1 ഗ്രാം പോവില്ല എന്നാണ് പറയുന്നത്. ആ 1 കിലോ ഒരിക്കൽ മില്ലികൾ, കാരണം ഇത് 99% ഗോൾഡാണ് ഈ വരുന്നത്. 99.9 എന്താ പറയാ, 100% കുട്ടിക്ക് അതിൽ പോയിന്റ് അതൊരു എന്താ പറയാ, ഒരു റിസ്ക് കവർ ചെയ്യാൻ വേണ്ടിയിരുന്ന ശരിക്കും അത് 100% പ്യൂർ ഗോൾഡാണ്. അത് ഒരിക്കൽ എന്താവാനാണ്? അതന്നെ ഉണ്ടാവും. അപ്പൊ ഇതിലൊന്നും ഒരു വസ്തുതയില്ല. 1500 ഗ്രാം പാന്റിലും ട്രൗസറിലും തേച്ച് കൊടുക്കുന്ന ഒരിക്കൽ ആ ഡ്രസ്സിന്റെ കണക്ക് ആരാണ്? എന്താണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി? ഇനിയെങ്കിലും അദ്ദേഹത്തെ ഈ പറ്റിക്കപ്പെടുന്ന അദ്ദേഹം ഇനിയും എന്താ മനസ്സിലാക്കാത്തത്? കേരളത്തിലെ മൂക്ക് താഴോട്ടായ മനുഷ്യർക്ക് മുഴുവൻ മനസ്സിലായി. അദ്ദേഹത്തിന് മനസ്സിലാണെങ്കിൽ എനിക്ക് നിവൃത്തിയൊന്നുമില്ല. മനസ്സിലാവാത്തതുകൊണ്ട് മാത്രമാണോ താങ്കൾ ഇപ്പോൾ സ്വർണ്ണക്കടത്തുകാരായിട്ട് മഹാഭാരക്കാരനായിട്ടൊക്കെ ചിത്രീകരിക്കുന്നത്? അതൊന്നും ഒരിക്കലല്ല. അദ്ദേഹം കരുതി കൂട്ടി പറയണം. അയാൾക്ക് ബോധ്യപ്പെടുന്ന നേരമൊക്കെ കഴിഞ്ഞില്ലേ? ഇനി ഇത് ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ കുറച്ച് സഖാക്കളോ അല്ലെങ്കിൽ ഈ പറഞ്ഞോളൊക്കെ അതിന്റെ ബാക്കിൽ ഓഹോ എന്നൊക്കെ പറയുന്നുണ്ടാവും.
എന്നെ സഖാക്കൾ വിളിക്കുന്നുണ്ടല്ലോ, ഉത്തരവാദിത്തപ്പെട്ടവർ വിളിക്കുന്നുണ്ടല്ലോ. ഈ മറ്റു ഇടപാട് പോലെ അല്ലെങ്കിൽ സ്വർണ്ണക്കള്ളക്കടത്തും ഹവാല ഇടപാടെന്ന് പറയുന്നത് കോടികളുടെ 100 കോടികളുടെ ഇടപാടാണ്. അതിൽ മുഖ്യമന്ത്രിക്ക് ബന്ധമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പങ്കുണ്ടെന്നാണ് പറയുന്നത്. അല്ല, അതൊന്നും ഞാനിപ്പോ പറയുന്നില്ല. അതൊക്കെ എല്ലാവർക്കും കേവല ബുദ്ധിയുള്ള മനുഷ്യന്മാരാണ്. എല്ലാവരും അന്വേഷിക്കട്ടെ, മനസ്സിലാക്കട്ടെ. ഞാൻ പേഴ്സണലായിട്ട് എനിക്ക് അറിവില്ലാത്ത ഒരു കാര്യം, ശശിക്ക് എന്തായാലും പങ്കുണ്ട്. ഈ ശശിക്ക് ഇതിൽ ശക്തമായ പങ്കുണ്ട്. ഈ ഇടപാടിന്റെ ഭാഗമാണ് ശശി എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു ഡൗട്ടുമില്ല. അതെന്താ തെളിവ് നിങ്ങൾ ചോദിക്കും. ആ തെളിവ് എന്ന് പറഞ്ഞാൽ കോമൺ സെൻസ്. 3 ചില്ലാനം കൊല്ലം അമ്പകുരം നിർത്താതെ നിർബാധം ഒരു എയർപോർട്ടിലൂടെ ഈ രീതിയിൽ സ്വർണം കടത്തി ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു എസ് പിക്ക് മാത്രമേ സാധിക്കില്ല. അത് അഡിറ്റ് അജിത് കുമാറുണ്ട്, അജിത് കുമാറിനോടൊപ്പം ഈ ശശിയുണ്ട്. അല്ലാതെ ഇത് ഒരിക്കലും നടക്കൂല. അതന്നെയാണ് ഇതിന് തെളിവ്. അല്ല, അത് അന്വേഷിക്കട്ടെ. അന്വേഷണ ഏജൻസി അന്വേഷിക്കുമല്ലോ. അതിനാണല്ലോ ഇതുവരെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, 2 കുട്ടി കാരിയർമാരെ നിങ്ങളുടെ മുമ്പിൽ 3 ദിവസം വരെ ഞാൻ പ്രദർശിപ്പിച്ച് അവരെ ഒന്ന് വിളിച്ചു ചോദിച്ചോ ഈ SIT? അതിന് പോലും തയ്യാറില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? കേസ് വന്നു, അത് നിയമവിരുദ്ധമായി ഒന്നുമില്ല എന്നാണ് കൺവീനറടക്കമുള്ളവർ പറഞ്ഞത്. എങ്ങനെ? അത് ആ ഫോൺ ചോർത്തലിൽ കേസ് വന്നു, അതിൽ കൃത്യമായ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോയത് എന്നാണ് കൺവീനറടക്കമുള്ളവർ പറഞ്ഞത്. അഞ്ചാം തീയതി കൊടുത്ത പരാതിയാണ് 28-ാം തീയതി DGP പോലീസിന് കൈമാറിയെന്ന് പറയുന്നത്. അതിനുശേഷമാണ് 28-ാം തീയതി മൊഴിയെടുത്ത് ഈ മാസം 5-ാം തീയതി കൊടുത്ത പരാതിയാണ് 28-ാം തീയതി DGP പോലീസിന് കൈമാറുന്നത്. അതിനുശേഷമാണ് ആ കേസിൽ ഇപ്പോൾ കോട്ടയത്ത് കേസ് വെച്ചത്. അപ്പോൾ TV അൻവർ പാർട്ടിയിൽ നിന്ന് പുറത്താവുകയും പാർട്ടിയുടെ ആരോപണം പറഞ്ഞതിന് ശേഷം അതിന് പ്രതികാര നടപടി ആയിട്ട് തന്നെയാണ് ഈ കേസ് തന്നെയാണ് വിചാരിക്കുന്നത്. അത് 100% അതല്ലേ, 100%. ഇനിയും ഒരുപാട് കള്ളക്കേസുകൾ വരും. ഇപ്പൊ നിങ്ങൾ പാർക്കിന്റെ കാര്യം പറഞ്ഞില്ലേ, നാട് നീളെ നടക്കല്ലേ പോലീസ് ഈ പറയുന്ന. അവരെ പറഞ്ഞിട്ട് കാര്യമുണ്ട്, അവർക്കൊരു ഓർഡറല്ലേ. ഇപ്പൊ റിദാൻ വധക്കേസ് തന്നെ നിങ്ങൾ കണ്ടില്ലേ, എങ്ങനെയാ അട്ടിമറിക്കുന്നത്. SIT അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ്. അതുകൊണ്ട് പോലീസ് വീണ്ടും കോടതിയിൽ പുനരന്വേഷണത്തിന് അപേക്ഷ കൊടുത്ത് കോടതി അവർക്ക് പെർമിറ്റ് ചെയ്യുന്നത്. SIT പോയില്ലേ?